ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈൻഡിങ് അസ്. ഞാൻ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ തീർത്തു. അതായത് കുട്ടികളുടെ ആ ടാൻട്രംസിനെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ ഓൾറെഡി കുറച്ച് പോയിൻറ്റ്സൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ എൻറ്റയർ പോയിൻറ്റ്സൊക്കെ ഈ പാർട്ട് 1-ൽ തന്നെ അല്ലെങ്കിൽ പാർട്ട് 2-ൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും അത് പാർട്ട് 3-ലേക്ക് എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ പാർട്ട് 3-ലെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. പാർട്ട് 3-ലെ ഒന്നാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത്, കുട്ടികളിൽ ഒരുപാട് നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളർത്തേണ്ട കുറച്ച് നല്ല ശീലങ്ങളെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ചെറുപ്പം മുതലേ അവർക്ക് ഈ വീട് ക്ലീനിങ് അല്ലെങ്കിൽ അമ്മമാരുടെ ജോലികൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നത് പോലെ അല്ലെങ്കിൽ കുളിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് വീട് ക്ലീനിങ്, അല്ലെങ്കിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലൊരു ശീലം കുട്ടികളിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു 10 വയസ്സ് വരെ, ചെറിയ കുട്ടിയല്ലേ, അതിനൊന്നും കഷ്ടപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ട് 10 വയസ്സ് വരെ നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാ രീതികളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പെണ്ണായാലും ആണായാലും. 10 വയസ്സിന് ശേഷം പെൺകുട്ടികളെ പതുക്കെ വീട്ടുജോലികളിലേക്കും ആൺകുട്ടികളെ പതുക്കെ പല പുറത്തെ റെസ്പോൺസിബിലിറ്റികളും കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതവർക്ക് കുട്ടികൾക്കതൊരു ബേർഡനായിട്ട് മാറും. അതായത് ചെയ്യാത്ത ജോലി പെട്ടെന്ന് ചെയ്തു തുടങ്ങുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. അവർ അതുവരെ ചെയ്ത് ചിലപ്പം വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് TV കാണും, അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു ടൈം, ഭക്ഷണം കഴിക്കും, ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കളിക്കാൻ പോകും. ഇത് അല്ലാതെ അഡീഷണലായിട്ടൊരു സംഭവം ചെയ്തു വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഇറിറ്റേഷൻ വരും. അതൊരു ഹാബിറ്റായിട്ടല്ല അവർ അത് എടുക്കുക. അത് അവർക്കതങ്ങനെ ഹാബിറ്റായിട്ട് എടുക്കാനും പറ്റില്ല. അത് അവർക്കൊരു ഭയങ്കര ഒരു ബേർഡനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് പല പെൺകുട്ടികളും പല ആൺകുട്ടികളും അമ്മമാരെയും അച്ഛന്മാരെയും ഒന്നും ഹെൽപ്പ് ചെയ്യാത്തത് അവരുടെ വീട്ടു ജോലികളിൽ. അപ്പം അതിന് ഞാൻ കണ്ടെത്തിയ ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ചെറിയ കുട്ടീനെയും ആണെങ്കിൽ പോലും ഇപ്പം നമ്മളൊരു ഒരു സംഭവം, അത് വീട് അടിച്ചുമായിരുന്നു, വീട് തൂത്തുമായിരുന്നു, ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുട്ടീനെയും കൊണ്ട് ഇപ്പോൾ അത് അവളുടെ ടോയ്സ് അല്ലെങ്കിൽ അവൻ്റെ ടോയ്സ് അവിടെ നിരത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് അതെടുപ്പിക്കുക. അതെടുത്തിട്ട് എല്ലാം അതിനകത്തേക്ക് വെപ്പിക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ്, നമ്മൾ ബെഡ് ക്ലീൻ ചെയ്യുകയാണ്, അപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുകയാണ്, അതിൽ 2 അറ്റും ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് അമ്മയുടെ മാത്രം ജോലിയല്ല, അല്ലെങ്കിൽ ഇത് അച്ഛൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി തന്നെ അവർക്ക് ചെറുപ്പം മുതലേ ഇത്തരത്തിലൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ക്ലീനിങ് എന്ന് പറയുന്നത്, വീട് ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജോലിയാണ്. അപ്പോൾ അവരും അതിനകത്തൊരു പാർട്ടാവും. പിന്നെ അതേപോലെ വീട് ഇപ്പോൾ അടുക്കളയിൽ കുക്കിംഗ് ആണെങ്കിൽ കുട്ടികളെയും, ചെറിയ കുട്ടികളെ ആണെങ്കിൽ പോലും കത്തി കൊടുത്തിട്ടുള്ള പ്രയോഗമൊന്നും വേണ്ട. അതല്ലാതെ തന്നെ കുഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ, ഇത് എടുത്തുകൊണ്ട് വരാൻ, അത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്കും ഓക്കെ, ഈ വീട്ടുജോലികളൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണെന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിലേക്ക് വരും. പിന്നെ ചില അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യാറുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അമ്മമാരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആൺകുട്ടികളെ വീട്ടുജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക. അവർക്ക് എപ്പോഴും ആ ഒരു വെറുതെ ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അത് വേണ്ട. ആണായാലും പെണ്ണായാലും അടുക്കള ജോലി ആയാലും വീട് അടിച്ചു വരുന്നതായാലും വീട് ക്ലീനിങ് ആയാലും ഈക്വലി ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. കാരണം കുട്ടികൾക്ക് ആണ് വെറുതെ ഇരിക്കേണ്ടതാണ്, പെണ്ണ് മാത്രം വർക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊടുക്കാതിരിക്കുക. അവരെ നല്ല എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട്, ഒരു ഇൻഡിവിജ്വലായിട്ട് വളർത്താനാണ് പേരൻസ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള വേറൊരു പോയിൻറ്റ്. ഇത്തരത്തിലൊക്കെ ഒന്ന് കുട്ടികളെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഇൻഡിവിജ്വലായിട്ട് ഭാവിയിൽ വളരും. പിന്നെ എൻ്റെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ 2ാം ക്ലാസ് മുതൽ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവർ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എൻ്റെ വയസ്സ് ഏകദേശം 6 7 വയസ്സായിരിക്കും.
ആ വയസ്സ് മുതൽ അവരെന്നെ ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 8ാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ബാങ്കിൽ പോയിട്ട് എനിക്കറിയില്ല, ബാങ്കിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്നെ ഫോഴ്സ്ഫുള്ളി എൻ്റെ അച്ഛൻ ബാങ്കിൽ വിടുമായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാങ്കിൽ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ ആദ്യമൊക്കെ പേടിച്ച് നിൽക്കും, എന്താ ചെയ്യേണ്ടത് അറിയില്ല, അവരെന്നെ വഴക്ക് പറയും എന്നുള്ളതൊക്കെ പേടിയുണ്ടാവും. അച്ഛൻ പുറത്തുണ്ടാവും, എന്നെ അകത്തേക്ക് വിടും, അച്ഛൻ്റെ കാര്യങ്ങൾ. അത് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ്, ചെറിയ കുട്ടിയാണ് അതിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കുട്ടികളെ ഏൽപ്പിക്കുക. അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് കേപ്പബിൾ ആവും, എല്ലാത്തിനും അവർ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വളരും. അപ്പോൾ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ബാങ്കിൽ പൈസ കൊടുത്ത് വിടുക എന്നുള്ളത് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റീസ്, മാസമുള്ള കറണ്ട് ബില്ല് അടക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത്തരത്തിൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ട് അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പോയിൻറ്റ്. ഇനി പറയാൻ വേണ്ടി പോകുന്ന പോയിൻറ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കുട്ടീനെ ഈ ഒരു രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പല പേരൻസിനും ഒരു ടെൻഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ കുട്ടി നാടുമായിട്ട് ഇടപഴകുമ്പോൾ പല മോശം ഹാബിറ്റ്സും മോശം ശീലങ്ങളൊക്കെ പഠിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുടിക്കാൻ അല്ലെങ്കിൽ വലിക്കാൻ ഒക്കെ പഠിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ അവരെ ഇങ്ങനെ കെട്ടി നിർത്തും. എന്ന് വെച്ചാൽ മറ്റ് പല എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് ആ കുട്ടീനെ ഇങ്ങനെ അടക്കി നിർത്തും. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിന്നിരിക്കുന്നു. എവിടെയും പോകാൻ വിടാതെ, എവിടെയും ഒരു കാര്യവും എക്സ്പ്ലോർ ചെയ്യാൻ വിടാതെ ആ കുട്ടീനെ ഇങ്ങനെ അടക്കി നിർത്തുമ്പോൾ ആ കുട്ടി ഒന്നും പഠിക്കുന്നില്ല. ആ കുട്ടി ഡേ ബൈ ഡേ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പേരൻസ് മനസ്സിലാക്കാതെ ഇങ്ങനെ കുട്ടീനെ ആയുസ് മാത്രം നീണ്ടു കിട്ടിയാൽ മതി, കുട്ടിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പകുതിയില്ല മിക്ക പേരൻസിനും. അതല്ല, കുട്ടികളെ വീഴട്ടെ, കുട്ടികളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അതിനകത്തുനിന്ന് പഠിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഏജ് വരുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേഷൻഷിപ്പിൽ വരും. ഓരോരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ അവർക്കുണ്ടാവും. ഇപ്പോൾ ഒരു 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്, കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനായിട്ട് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നമ്മൾ വീട്ടിലറിയുമ്പോൾ വീട്ടിൽ ഉള്ള ആൾക്കാർ ഉടനെ അവൾ വൃത്തികെട്ടവൾ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് അവൾക്കെതിരെ കൊടുവാളെടുത്ത് അവളെ ഹൗസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവളെ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ച് തൊഴിച്ച്, അത് വേണ്ട. ഓരോ പ്രായത്തിലും ഓരോരോ ഫീലിങ്സ് ഉണ്ടാവും. അതവർ ചെയ്യട്ടെ. അവർക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അവർ ലൈൻ അടിക്കട്ടെ, അവർ ലവ് ചെയ്യട്ടെ. പക്ഷെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നിനക്ക് ഒരാളോട് ഇഷ്ടമുണ്ടോ, ഇഷ്ടപ്പെട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലൊരു റെസ്ട്രിക്ഷൻ വയ്ക്കണം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോവാതെ നോക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ. കാരണം എല്ലാവരും നല്ല ആൾക്കാരല്ല, മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നീ ചിലപ്പം പറ്റിക്കപ്പെട്ടേക്കാം, നീ ചിലപ്പോൾ നിൻ്റെ ലൈഫ് പോകുന്ന പോലെ അങ്ങനത്തെ അത്തരത്തിലുള്ള കോൺസിക്വൻസസ് ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആണായാലും പെണ്ണായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളത്. ഞാൻ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും അവൾക്കറിയാം ഇവിടെ തൊടുമ്പോൾ നോ എന്ന് പറയാൻ അവൾക്കറിയാം. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടേക്ക്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അയ്യോ എൻ്റെ മോള് പിഴച്ചു പോയേ, അയ്യോ എൻ്റെ മോൻ കൈവിട്ട് പോയേ, ഇത്തരത്തിലാണ് ഇവരെന്തോ ഭൂമി പിളർന്നവർക്ക് താഴേക്കങ്ങ് പോയാൽ മതി എന്നുള്ള രീതിയിലാണ്, തീർന്നു, എല്ലാം അവസാനിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ചില പേരൻസൊക്കെ ബിഹേവ് ചെയ്യുക. ഇവർ പക്ഷെ ചിന്തിക്കുന്നില്ല, ഇവരുടെ ടീനേജ് പ്രായത്തിലും ഇവരെങ്ങനെയായിരുന്നു, ഇതൊക്കെ തന്നെയായിരിക്കും. ഇവർക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, പല റിലേഷനിലും ചിലപ്പോൾ ഇവരും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പേരൻ്റായി കഴിഞ്ഞാലും അതൊന്നും പാടില്ല, അങ്ങനെ വരുത്, അങ്ങനെ പാടില്ല. എന്നുവെച്ചാൽ ഒരു കുട്ടിയുടെ അത് ഒരു ആ ഹോർമോണൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണത്. അത് ആ പ്രായത്തിൽ അവരത് എൻജോയ് ചെയ്യട്ടെ.
ഞാൻ എൻ്റെ മോളെടുത്ത് പറയും, നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ, ഓക്കെ ഫൈൻ, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ്, അത് നീ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിക്കും, അത് നിൻ്റെ എൻറ്റയർ ലൈഫിനെ ബാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഐഡിയ ആണ് അവൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അവൾക്ക് അല്ലെങ്കിൽ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു കുട്ടി വന്നിട്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഉടനെ വടിവാളെടുത്തിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഒരു ഫ്രണ്ട് ആവാൻ ശ്രമിക്കുക കുട്ടിയുടെ. ആ കുട്ടിക്ക് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇടയിൽ, അതായത് ആ രണ്ട് റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരുടെ ഇടയിൽ എന്ത് നടന്നാലും അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. എല്ലാം കേട്ടിരുന്ന് ആ ഒരു ടൈമിൽ അത് ഉണ്ടാവും എന്നുള്ള ഒരു മനസ്സോടുകൂടി അത് കേട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികളോടോ അല്ലെങ്കിൽ ആൺകുട്ടികളോടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഫുൾ ടൈം ഈ ഒരു ഫ്രണ്ടിനോടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് തീരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെണ്ണും ഒക്കെ സംസാരിക്കുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷേ പെണ്ണും ആണ് സംസാരിക്കുന്നെങ്കിൽ ഉടനെ അവർ റിലേഷൻഷിപ്പിലായി, അവർ തമ്മിൽ അയ്യോ എന്തോ ബന്ധമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളപ്പോൾ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് വയ്ക്കുക നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത്, അതായത് മോളടുത്ത് പറയാണ് ഒരു ആൺകുട്ടിയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട, പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഓക്കെ എൻ്റെ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു ആ ആൺകുട്ടീനോട് സംസാരിക്കാൻ പാടില്ലെന്ന് ആ കുട്ടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവനടുത്ത് സംസാരിക്കുന്നൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. പകരം നിങ്ങൾ അറിയാതെ എങ്ങനെ സംസാരിക്കാം അത് മാത്രമേ നോക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും പേരൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊക്കെ അങ്ങ് ഷട്ട് ചെയ്തിട്ട് അങ്ങ് വെക്കും. നമ്മുടെ മൈൻഡ് ഒന്നും വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല. ഇല്ല, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കാൻ പാടില്ല, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പാടില്ല. അതല്ല, അവരെ മാക്സിമം ആൺകുട്ടികളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ എന്താ പറയുക, അവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അവരെ മാക്സിമം വിടുക. ഒരു സംഭവം നമുക്ക് കിട്ടുമ്പോഴാണ് ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോൾ കൈവിട്ട് പോലും പോവുക. പക്ഷേ ഇത് ഡെയിലി കിട്ടുന്നതാണ് അവർക്ക് വലിയ വില ഉണ്ടാവില്ല. അപ്പം മേ ബി ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ വർഷങ്ങൾ അവർ റിലേഷൻഷിപ്പിലായിരിക്കും ആ ആൺപിള്ളേരുമായിട്ട്, അതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടിയായിട്ട്. ചിലപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നിൽക്കണമെന്നില്ല. ഇത് പല റിലേഷൻഷിപ്സിലൂടെ നിങ്ങളുടെ മക്കൾ കടന്നു പോയേക്കാം. അതൊക്കെ നടക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കണം. ലിമിറ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലായി, ഓൾറെഡി പറഞ്ഞു, കുട്ടികൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഓവർ രീതിയിലേക്ക് പോകാൻ പാടില്ല, അത് നിൻ്റെ ലൈഫിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എപ്പോഴും മോണിറ്റർ ചെയ്യുക കുട്ടീനെ ഒരു താന്തോന്നിയായിട്ട് വളർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും വിടുക. അതിൻ്റെ അർത്ഥം നാളെ തന്നെ കുട്ടീനെ ഒക്കെ നീ 2 കഞ്ചാവ് അടിച്ചിട്ട് പോകാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന അവൻ്റെ ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോൾ ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആൺകുട്ടിയുടെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു, അവർ തമ്മിൽ പുറത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ അത് റിലേഷൻഷിപ്പിലേക്ക് എൻഡായി പോകുന്നു. കുറേ വർഷത്തോളം പല റിലേഷൻഷിപ്പിലൂടെ മക്കൾ കടന്നു പോകുന്നു. ഒരു ടൈം ആകുമ്പോഴത്തേക്കും മക്കൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക പിന്നീട് അങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഇവർ അവരുടെ തെറ്റുകളിനകത്ത് നിന്ന് പഠിച്ചു വരും. ഓബ്വിയസ്ലി അത് ഓട്ടോമാറ്റിക്കലി പഠിച്ച് വരുമ്പോൾ നല്ല വാല്യൂ ഉള്ള ഫ്രണ്ട്സിന് അവൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ അവന് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ വല്ലാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക. കുട്ടികളെ ഒന്നും ചെയ്യാൻ വിടാതെ, ഫ്രീഡം കൊടുക്കാതെ, എക്സ്പ്ലോർ ചെയ്യാൻ വിടാതെ ഇരിക്കുക എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ പഠിത്തത്തിനെ കുറിച്ചാണ്. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു 3 വയസ്സ് മുതലേ തന്നെ ഒരു വൈകുന്നേരത്തിന് ശേഷമുള്ള ഒരു ഹാഫ് ആൻ അവർ ടൈം എങ്കിലും അവരുടെ മുന്നിലേക്ക് 2-3 ബുക്സ് വെച്ച് കൊടുക്കുക. അതായത് ഒരു ഷെഡ്യൂൾ ടൈം, അതായത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈം. ഓക്കെ, ഒരു 7 മണി എന്നുള്ളൊരു സമയം പഠിക്കാനുള്ളതാണെന്നുള്ളൊരു മനസ്സ് ഗ്രാജുവലി വളർത്താനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതാണ് എൻ്റെ അടുത്ത പോയിൻറ്റ്. കുട്ടികൾക്ക് നമ്മൾ സ്കൂളിംഗ് സ്റ്റാർട്ടാവുന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തുക. അവിടെ ഒരു ഹാബിറ്റായിട്ട് അത് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് 7 മണിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ തലവേദന, ഉറക്കം വരിക, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 3 വയസ്സ് മുതലേ അവരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് മുതലെങ്കിലും അവരെ കൃത്യമായിട്ട് 7 മണി to 8 മണി എന്നുള്ളത് അവർക്ക് സ്റ്റഡി ടൈം എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ ഏതെങ്കിലും ബുക്ക് വായിക്കാനുള്ള, വെറുതെ ചിത്രം നോക്കി നിന്നാലും മതി, ബുക്ക് വായിക്കാനുള്ള, ബുക്കിനോടുള്ള ഒരു കോൺടാക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വേണം എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിൽ ചെറുപ്പം
മുതലേ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലുതാകുമ്പോഴും ഓക്കെ ഈ 7 o'clock ശേഷമുള്ള സംഭവം 7 to 8 അല്ലെങ്കിൽ 7 to 9 അല്ലെങ്കിൽ 7 to 10 പഠിത്തത്തിൻ്റെ സമയമാണെന്നുള്ളത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഫോഴ്സ് ചെയ്യാതെ തന്നെ അവർ പഠിച്ചു തുടങ്ങുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചൊരു സംഭവം. പിന്നെ ഞാൻ എൻ്റെ മോൾക്കിപ്പോൾ 3.5 വയസ്സാണ്. അവളുടെ അടുത്ത് ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 7 to 7:30 എങ്കിലും അല്ലെങ്കിൽ 7 to 8 പറ്റുമ്പോഴൊക്കെ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവൾക്ക് ഒരു ഡ്രോയിങ് ബുക്ക് വെച്ച് കൊടുക്കും. അവളുടെ കൂടെ തന്നെ അനദർ ഡ്രോയിങ് ബുക്ക്, അതായത് 2 ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അതിനകത്ത് ഒന്ന് അവൾക്കും ഒന്ന് എനിക്കും. അപ്പോൾ ഞാൻ അവളുടെ കൂടെ ചെറിയ കുട്ടിയായിട്ട് അവൾ കിടന്നിട്ടാണ് ഡ്രോയിങ് ചെയ്യുക. അപ്പോൾ അതേപോലെ അവൾ ചെയ്യുന്ന അതേപോലെ ഞാനും കിടന്നിട്ട് ഞാനും ഡ്രോയിങ് ചെയ്യും. ആ ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും പല പാട്ടുകൾ പാടും, റൈംസ് പാടും. അപ്പോൾ അവളും എൻ്റെ കൂടെ പാടും. ചിലപ്പോൾ ഞാൻ ABCD A4 ആപ്പിൾ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ അവളെ പഠിപ്പിക്കുന്നതല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ അവളും പറഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പഠിത്തം കുറച്ച് കുട്ടികളിൽ ചെറുപ്പം മുതൽ ഈസിയാക്കി മാറ്റേണ്ടത്. അല്ലാണ്ട് നമ്മൾ A4 ആപ്പിൾ എന്ന് പറയുമ്പോൾ B4 അവൾ ചിലപ്പോൾ ക്യാറ്റ് എന്ന് പറയും. അപ്പോൾ അത് പറയുമ്പോൾ B4 ക്യാറ്റോ എന്ന് പറഞ്ഞിട്ട് കണ്ണും ഉരുട്ടി വടിയെടുത്തിരിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ ഒരിക്കലും അടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നാലും നിങ്ങൾ അവരെ അവിടുത്തെ അന്നത്തെ പഠിത്തം നിർത്തുക എന്നല്ലാതെ അത് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണ്ട. കാരണം കുട്ടികളിൽ പഠിത്തത്തിന് ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട സംഭവമാക്കി നമ്മൾ പേരൻസ് മാറ്റാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ അവർ പഠിക്കട്ടെ, ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാൻ തോന്നും. പഠിച്ചില്ലേ പഠിക്കണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കണം. അല്ലാണ്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ ഉള്ളതും പോലും ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കുട്ടികളെ ഉപദ്രവിക്കാനോ ഭയങ്കര ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക. പിന്നെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ വേണ്ടുന്നത് അവനവനോട് തന്നെയാണെന്നുള്ളത് നിരന്തരമായിട്ട് പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, വായ കൊണ്ട് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവരുടെ മാർക്ക് കണ്ടിട്ട് അവനേക്കാളും മാർക്ക് വാങ്ങണം എന്നല്ല നീ ചിന്തിക്കേണ്ടത്. നിനക്ക് ഈ പ്രാവശ്യം 50-ൽ 20 മാർക്ക് കിട്ടി, അടുത്ത പ്രാവശ്യം അത് 22 മാർക്കാക്കി മാറ്റും, അല്ലെങ്കിൽ 30 ആക്കി മാറ്റും. അങ്ങനെ ഡേ ബൈ ഡേ നിൻ്റെ മാർക്ക് നിൻ്റെ പ്രീവിയസ് മാർക്കിനോട് കമ്പയർ ചെയ്യാനാണ്. അല്ലെങ്കിൽ നിൻ്റെ ഫെയിലിയേഴ്സ്, നിൻ്റെ പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ നിൻ്റെ ഡ്രോബാക്സ്, നിൻ്റെ നെഗറ്റീവ്സ് പോസിറ്റീവ് സൈഡിലേക്ക് ആക്കി മാറ്റാനാണ് നീ ശ്രമിക്കേണ്ടത്. പിന്നെ അതല്ലാതെ അവനേക്കാളും മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ അവനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ജീവിക്കണം, അതല്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് അവരുടെ മൈൻഡിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡായിരിക്കും മറ്റുള്ളവരായിട്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വേണമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കുട്ടിയിലേക്ക് അവനവനോട് അവനവനെ തന്നെ കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി അവനവനെ തന്നെ ഒരു ഇതായിട്ട് വയ്ക്കാം. ഞാൻ പറഞ്ഞത് എനിക്ക് ചില സമയത്ത് വാക്കുകൾ കിട്ടുന്നില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി കുട്ടികളെ ഒരുപാട് അടിക്കുക, ഒരുപാട് നുള്ളി വേദനിപ്പിക്കുക, അത്തരത്തിലുള്ള വേദനിപ്പിക്കാതിരിക്കുക, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക മാക്സിമം. തൊട്ടേനും വെച്ചതിനും ചൂരൽ വടിയെടുത്ത് അടിക്കുക, അല്ലെങ്കിൽ സ്കെയിലെടുത്ത് അടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ച് അടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ മുരടിച്ച് പോകും. കുട്ടികൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഏത് കാര്യം കൊണ്ടാണോ, പർപ്പസ് കൊണ്ടാണോ നിങ്ങൾ അടിക്കുന്നത്, ഇപ്പോൾ പഠിത്തത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ പഠിത്തത്തിനോട് ഭയങ്കര വെറുപ്പായിരിക്കും. ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാനേ അവർക്ക് തോന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശിക്ഷിക്കേണ്ട സ്ഥലത്ത് ശിക്ഷിക്കാൻ ചെയ്യണം എന്ന് വെച്ചിട്ട് ഒന്നിനും അടിക്കാൻ പാടില്ല എന്നല്ല. ഇപ്പോൾ വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അടിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അടിക്കേണ്ടാത്ത കാര്യങ്ങൾക്ക് അടിക്കുക എന്നുള്ളത്, കാരണം അവർക്ക് ഗ്രാജുവലി പോകുമ്പോൾ അടിയൊന്നും വലിയ വിലയില്ലാണ്ടാവും. 2 അടി കിട്ടിയാലും കുഴപ്പമില്ല, ഞാനത് ചെയ്യും എന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അടിക്കുന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്കൊരു ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക നമ്മൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊരു പെർഫെക്റ്റ് പേരൻ്റ് ആണെന്നല്ല. എനിക്കും കൺട്രോൾ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എനിക്കും പല രീതിയിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആസ് എ പേരൻറ്റ്. പക്ഷെ അവിടെയൊക്കെ ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ശ്രമം നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും വേണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ബെസ്റ്റ് അമ്മയാണ്, മിയയുടെ ഭാഗ്യമാണ് ഞാൻ എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കും ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകൾ ചില സമയത്തൊന്നും എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെയൊക്കെ നമ്മൾ
പറ്റുന്നിടത്തൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാണ്ട് ഞാൻ ബെസ്റ്റ് അമ്മയാണ്, എനിക്ക് എവിടെയും കൺട്രോൾ ഇല്ലാതെ പോയിട്ടില്ല എന്നല്ല. എനിക്കും ഒരുപാട് കൺട്രോൾ പോയ സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഇനി അടുത്തത്, വലിയ വലിയ വർത്തമാനങ്ങൾ സംസാരിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. അവൾ അമ്മയാണ്. പിന്നെ അപ്പോൾ ഒരു 6-7 വയസ്സുകാരൻ്റെ എങ്ങാണ്ട് അമ്മയാണ്. 7 വയസ്സുകാരൻ്റെ അമ്മയാണ്. അപ്പോൾ എന്തോ ഇവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ, അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇവൾക്ക് ഭയങ്കര സങ്കടം വന്നപ്പോഴത്തേക്കും ഇവൾ പറഞ്ഞു, എനിക്കൊന്ന് ചാവാനാണ് തോന്നുന്നത്, എനിക്ക് മടുത്തു ജീവിതം, അത്തരത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര മെച്ചോർഡായിട്ടുള്ള രീതിയിൽ, മെച്ചോർഡ് എന്നല്ല, വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന വാക്കുകൾ കുട്ടികളൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ കുട്ടിക്ക് ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചാവണം നമ്മൾ ചിലപ്പോൾ തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡയലോഗ്സ് പിന്നീട് അവരുടെ ഏതെങ്കിലും സിറ്റുവേഷൻ അവർ യൂസ് ചെയ്യും. ചിലപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ചെയ്ത് കളഞ്ഞു എന്നും വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ കുട്ടികളെ ശരിക്കും നമ്മളാണ് ഇൻഡയറക്റ്റ്ലി പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളറിയാതെ പറയുന്നത് അവർ അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്തിട്ട്, അത് ഗ്രാസ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊന്ന് കെയർഫുള്ളായിരിക്കുക. അത്തരത്തിൽ കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ പറയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പോയിൻറ്റ്. പിന്നെ ഈ ഒരു പോയിൻ്റ്, ഇനി പറയാൻ വേണ്ടി പോകുന്നൊരു പോയിൻ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില പേരൻസെങ്കിലും അവനവൻ്റെ മക്കൾ കുറച്ചൊരു ലോ കാസ്റ്റുമായിട്ടുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, ചില പേരൻസെങ്കിലും, ഇത് ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവമാണ്, അല്ലെങ്കിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. ചില പേരൻസ് കുറച്ച് താഴ്ന്ന ജാതിയായിട്ടുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇപ്പോഴും ആ പണ്ടത്തെ ആ ഒരു തൊട്ടുകൂടായ്മ തിണ്ടിക്കൂടായ്മ ഫീലിംഗ് അവർക്ക് വരും, എവിടേക്കൊക്കെ കയറി വരും. അത് നിങ്ങളുടെ ഫീലിംഗ് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. കുട്ടികളത് പഠിപ്പിക്കരുത്. കുട്ടികൾ ഇനി ഏത് കാറ്റഗറിയിലെ കുട്ടികളായിക്കോട്ടെ, കാണാൻ വൃത്തിയില്ലാത്ത കുട്ടിയായിക്കോട്ടെ, കറുത്ത കുട്ടിയായിക്കോട്ടെ, വെളുത്ത കുട്ടിയായിക്കോട്ടെ, വൃത്തിയുള്ള കുട്ടിയായിക്കോട്ടെ, എന്തോ ആവട്ടെ, മിങ്കിൾ ചെയ്യാൻ പഠിപ്പിക്കുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ രീതി ഇല്ലാണ്ടിരിക്കുള്ളൂ. കാരണം ഞാൻ പല രീതിയിലും എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു സംഭവമാണിത്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലങ്ങ് വെച്ചാൽ മതി, അത് കുട്ടികളിലേക്ക് ഇടരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കുട്ടികളെ എല്ലാ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരായിട്ടും മാക്സിമം മിങ്കിളേൽപ്പിക്കുക. അവരൊരുമിച്ച് ഫുഡ് കഴിച്ചാലും നിങ്ങളുടെ കുട്ടി ചത്തൊന്നും പോവില്ല. ഞാൻ കുറച്ച് ഓവറായിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാൽ പോലും ഇതെനിക്ക് ഭയങ്കര വെറുപ്പുള്ളൊരു സംഭവമാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഏത് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും ഞാൻ എൻ്റെ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കും. അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും എനിക്ക് ഓക്കെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി കഴിക്കുന്നതിൽ എനിക്ക് തർക്കമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലോ കാസ്റ്റ് ഹൈ കാസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതിയെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പുറത്ത് വരാനേ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ കുട്ടികളിലേക്ക് അത് കൊടുക്കാതിരിക്കുക. കുട്ടികൾ ഏത് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു മനസ്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ അത്. പിന്നെ വേറൊരു കാര്യം, കക്കാൻ ശീലിപ്പിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരു കുട്ടി, ഈ ഒരു റിലേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു കുട്ടി വേറൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് വരുമ്പോൾ കുട്ടീനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അത് നിൻ്റെതല്ല, നീ തിരിച്ചു കൊണ്ട് കൊടുക്കുമെന്ന് പറയാതെ അത് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടി ചെറിയ സാധനം മുതൽ വലിയ വലിയ സാധനങ്ങൾ വരെ ഭാവിയിൽ മോഷ്ടിച്ച് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ചെറുപ്പം മുതലേ പറയാം, നിൻ്റേതല്ലാത്ത സാധനങ്ങളൊന്നും നീ എടുത്തിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ നിൻ്റെ സാധനങ്ങൾക്ക് പിന്നെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു മെൻറ്റാലിറ്റി നീ ഉണ്ടാക്കിയെടുക്കണം. ഇത്തരത്തിൽ മാക്സിമം കുട്ടികളെ നല്ല നല്ല ശീലങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടെ എൻ്റെ പിന്നെ കുട്ടികളുടെ ടാൻട്രംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ തീർന്നു. എൻ്റെ എല്ലാ പോയിൻറ്റും തീർന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, ഇത്രയും പാർട്സ് കൃത്യമായിട്ട് കണ്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോസ്, ബേസിക്കലി ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റാ.